നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഫോക്കസ് മോഡ് എന്നുള്ളൊരു ഫീച്ചറുണ്ട്. പല ആൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. എന്താണ് ഫോക്കസ് മോഡ്, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും ഫോക്കസ് മോഡ് എന്നുള്ള സെറ്റിങ്സ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും ഫോക്കസ് മോഡ് എന്നുള്ള ഓപ്ഷൻ. ഇനി ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ഫോക്കസ് മോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത് ചില ആപ്പുകൾ, പ്രത്യേകിച്ച് ചില നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്പുകൾ ഒരു പ്രത്യേക കളറൊക്കെ മാറി നമുക്ക് ആ ഒരു ആപ്പ് തുറക്കാൻ പെട്ടെന്ന് സാധിക്കാത്ത രീതിയിൽ നമുക്കതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് ആ ഒരു ആപ്പ് മാറ്റി വെക്കാൻ സാധിക്കും. ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്ന ആളുകളായിരിക്കും. ഒരു ദിവസം ലിമിറ്റില്ലാതെ യൂട്യൂബ് കാണും. അപ്പോൾ അത്തരം ആളുകൾക്ക് ലിമിറ്റ് ചെയ്യാനും കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ആളുകൾക്ക് ലിമിറ്റ് ചെയ്യാനൊക്കെ ഈ ഫോക്കസ് മോഡ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഒരുപാട് ആപ്പുകൾ കാണും. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്പുകളാണ്. ഇതിലേത് ആപ്പാണോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇത്തരത്തിൽ ആ ആപ്പുകൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ഓരോ ആപ്പിനും നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ 3 ആപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇത്തരത്തിൽ ഈ ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കും. അത് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തെടുത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതെന്താണ് ടേൺ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇവിടെ കാണാൻ ഞാൻ ഉപയോഗിക്കുന്ന 2 വാട്സപ്പ് ഇവിടെ ബ്ലറായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഷോട്ട് എന്നുള്ള ഒരു എഡിറ്റിംഗ് ആപ്പ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിതാ ഇതുപോലെ കാണിക്കും. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഒരു വാർണിംഗ് മെസ്സേജ് ഇതുപോലെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആപ്പ് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ സെറ്റ് ചെയ്ത് നമുക്ക് സമയം കൂടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കുട്ടികൾ മൊബൈൽ ഫോൺ എടുത്ത് വെക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഏത് ആപ്പാണ് വേണ്ടതെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് സമയം, എൻഡ് സമയം. ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വാട്സപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് രാത്രി ഒരു 9 മണി മുതൽ രാവിലെ ഒരു 6 മണി വരെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. സ്റ്റാർട്ടിങ് സമയവും എൻഡിങ് സമയവും ഇതുപോലെ വെക്കുക. ഏതൊക്കെ ദിവസമാണ് വേണ്ടതെന്ന് അതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പ് നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് നേരത്തെ കണ്ട പോലെ ഒരു ബ്ലറായിട്ട് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പുകളാണ് വേണ്ടതെങ്കിൽ അതൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.